വാഹനത്തെ പൂർണ്ണമായി ബ്ലോക്ക് ചെയ്തുകൊണ്ട് കണ്ണീട്ട് കുത്താടാ ഇവിടെ നോക്കുക. ഇ ഡി ഉദ്യോഗസ്ഥരുടെ വാഹനം പൂർണ്ണമായും പ്രവർത്തകർ തടഞ്ഞ് വാഹനത്തിലെ ബോണറ്റിലും മറ്റും വലിയ ശക്തമായി അടിക്കുന്നു. ആ കല്ലും കമ്പിയും അതുപോലെ തന്നെ കുപ്പി മറ്റും വലിച്ചെറിയുന്നു. പോലീസിനെ നിയന്ത്രിക്കാൻ പറ്റാത്തൊരു സാഹചര്യം സത്യമായും നിലവിലുണ്ട്. കാരണം ആവശ്യത്തിനുള്ള പോലീസുകാരില്ല എന്നതാണ് യാഥാർത്ഥ്യം. കാരണം കടന്നു പോകാൻ കഴിയാത്ത തരത്തിൽ പ്രവർത്തകർക്ക് നേരെ പോലീസ് ലാത്തി വീശിച്ച സാഹചര്യമുണ്ട്. ലാത്തി വീശി പ്രവർത്തകരെ മാറ്റിക്കൊണ്ടാണ് ഇവിടെ നിന്ന് വാഹനത്തിന് പുറത്തേക്ക് പോകാനുള്ള സാഹചര്യം ഒരുക്കുന്നത്. ഒരു വാഹനം കടത്തിവിടാതെ വാഹനത്തിന്റെ ബോണറ്റിലും മറ്റും അതിശക്തമായി ഇടിച്ച് വാഹനത്തിന് കടന്നു പോകാൻ കഴിയാത്ത തരത്തിൽ പ്രവർത്തകരിങ്ങനെ ബന്ധുണ്ടാക്കിക്കൊണ്ടാണ് വലിയ പ്രതിഷേധം തീർത്തുകൊണ്ടാണ്. പക്ഷേ നേരത്തെ നമുക്ക് പറഞ്ഞതുപോലെ പോലീസിനെ നിയന്ത്രിക്കാൻ പറ്റുന്ന അപ്പുറത്തേക്ക് പ്രവർത്തകരുണ്ട്. നേതാക്കൾ നേരത്തെ തന്നെ പ്രവർത്തകരോട് അവിടെ നിന്ന് മാറണം, അവർക്ക് കടന്നു പോകാനുള്ള വഴി ഒരുക്കണം എന്നൊക്കെ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ അതൊക്കെ അവഗണിച്ചുകൊണ്ട് ഇപ്പോഴും പോലീസ് പൂർണ്ണമായി അവരിവിടെ നിന്ന് കടന്നു പോന്നിട്ടില്ല. വിവിധ ഉദ്യോഗസ്ഥർ സുരക്ഷിതരാണോ എന്ന കാര്യത്തിലും സംശയമുണ്ട്. കാരണം മുന്നിലെയും പിന്നിലെയും സൈഡിലെയും ഗ്ലാസുകൾ മാത്രമായിരുന്നു ആദ്യ വാഹനത്തിൻ്റെത് തകർത്തത്. പക്ഷേ ഇവിടെ നിന്ന് മുന്നോട്ട് പോയി ഏതാണ്ട് 2 കഴിഞ്ഞപ്പോൾ ആ വാഹനം മൊത്തത്തിൽ അതിന്റെ പ്രവർത്തകർ കൂടി നിന്ന് ഉദ്യോഗസ്ഥരെ കൂടി കായികമായി ആക്രമിച്ചോ എന്ന സംശയമുണ്ട്. മോളി കാരണന്മാർ എന്നെ തട്ടല്ലേ പ്ലീസ്. അല്ല, അതാണ് വിനീത. കല്ലുണ്ട്, കുപ്പിയുണ്ട്, ചെരുപ്പുണ്ട്, ട്രൈപോഡ് മടങ്ങിക്കൊണ്ട് പോടാ. ഇവിടെ കിടക്കുന്ന എല്ലാ സാധനങ്ങളും വെച്ച് പ്രവർത്തകർ പോലീസും പോണം. വാഹനം കടത്തിവിടാത്ത